ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷാജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു ആപ്പിൾ ക്യാരറ്റ് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അടിപൊളി അച്ചാറാണേ. ഞാനിവിടെ ഇന്ന് പച്ച ആപ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ആപ്പിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കഴുകി വെള്ളം ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒട്ടും വെള്ളാംശം പാടില്ല. ആപ്പിൾ നമുക്കിങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെക്കണം. അങ്ങനെ വെച്ചാൽ ആപ്പിൾ കറുത്ത് പോകാതിരിക്കും. എന്നിട്ട് പിന്നെ ക്യാരറ്റും ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞു വെക്കാം. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. കടുകെണ്ണയിൽ അച്ചാറിട്ടാൽ അച്ചാർ പെട്ടെന്ന് കേടാകത്തില്ല. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഏകദേശം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കടുക് ചതച്ചതും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റിന് ഒരു പകുതി വേവ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആപ്പിളും ക്യാരറ്റും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആവി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ആവി കയറി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതിവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി അച്ചാറാണ്. ഇത് കൂട്ടി ഒത്തിരി ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിത് കുപ്പിയിലേക്കിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെച്ച് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ വളരെ കുറച്ച് വിനാഗിരി ഉപയോഗിച്ചുണ്ടാക്കുന്നതായതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ കേടായി പോകും. അപ്പോൾ ഈ പൊളിയായിട്ടുള്ള ആപ്പിൾ ക്യാരറ്റിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയില്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.